എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി ഗ്രാമത്തിലുള്ള അവിടെ സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ ഓണത്തിനായി അവർ നടത്തിയ വലിയൊരു തുടക്കത്തിൻ്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലെത്തിക്കുന്നത്. ആ സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ ഒന്നു ചേർന്ന് പലരുടെ സഹായങ്ങളാൽ ഏതാണ്ട് 50 നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കാനുള്ള കിറ്റ് സമ്മാനിച്ച ഒരു വീഡിയോ എനിക്കിന്നലെ കാണാൻ ഇടയായി. വളരെ കൗതുകം തോന്നി. വളരെ ഉത്സാഹത്തോടുകൂടി ഈ കുട്ടികൾ, കോളേജ് പിള്ളേരല്ല, ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നവർ, ഏതാണ്ട് 12-16 വയസ്സിനുള്ളിലുള്ള കുട്ടികൾ, അവരുടെ ആ ഒരു പ്രവർത്തനം കണ്ട് ശരിക്കും നല്ല സന്തോഷം തോന്നി. അവർ ഭക്ഷണ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന രീതികൾ, കയ്യിൽ ഗ്ലൗസും തലയിൽ ഹെഡ് കവറും ഒക്കെ വെച്ചിട്ട് വളരെ ഹൈജീനിക്കായി ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെയായിരുന്നു അവരുടെ പാക്കിങ്. അതെല്ലാം അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ആ കുട്ടികളുടെ ഉത്സാഹവും അവരുടെ സന്തോഷവുമാണ്. നമ്മുടെ പട്ടണങ്ങളിലും മറ്റും കോടികൾ മുടക്കി കാട്ടിയ കോലാഹലങ്ങൾ, ഇലുമിനേഷൻ, കലാപരിപാടികൾ, അത് കാണാൻ തിക്കും തിരക്കും കൂട്ടിയ ആൾക്കാർ മദ്യപിച്ച് അതിലും നാടകങ്ങളും പ്രശ്നങ്ങളും കാണിക്കുമ്പോൾ അങ്ങേ അകലെ ഇടുക്കിയിൽ ഒരു ഗ്രാമത്തിൽ ഈ കുരുന്നുകൾ കാണിച്ച ആ ഒരു പ്രവർത്തന ശൈലി ആണ് ശരിക്കും നമുക്ക് വേണ്ടിയിരുന്നത്. എന്നാൽ ഈ ഗവൺമെൻറ് ആ ഭാഗമൊന്നും ചിന്തിക്കാറില്ല. അവർക്ക് കുറേ ദീപാലങ്കാരങ്ങളും മറ്റുമൊക്കെയാണ്. പക്ഷേ ശരിക്ക് അടിസ്ഥാനപരമായി എന്താണ് ഓണം, ഈ ഓണം എങ്ങനെ കാണുന്നു, അതിൽ അടങ്ങിയിരിക്കുന്നതിൻ്റെ തത്വം, അതിൻ്റെ രീതി എങ്ങനെയാണ്, ഇത് എവിടെ നിന്ന് ആരാൽ ജനറേറ്റ് ചെയ്തു, അങ്ങനെയുള്ള പല കഥകളും നമുക്കറിയാമെങ്കിലും എത്ര കുട്ടികളാണ് ഈ കഥകൾ അറിയുന്നത്, എത്ര കുട്ടികളാണ് അത് അറിഞ്ഞ് അതിനെ ഫോളോപ്പ് ചെയ്യുന്നത്. അതിൽ ഞാൻ കണ്ടത് ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുപിടി മുന്നിലാണ്. അവരാണ് യഥാർത്ഥ ഹീറോകൾ. ആ 50 ഗ്രഹങ്ങളിൽ മാവേലിയുടെ ആ ഓർമ്മ അവിടെ പുതുക്കപ്പെട്ടു. ആ 50 ഗ്രഹങ്ങളിൽ മാവേലി അവിടെ എത്തപ്പെട്ടു. മാവേലിയുടെ ആവശ്യം, ഇഷ്ടങ്ങൾ എന്താണെന്നുള്ള ചെയ്യാൻ ആ 50 കുടുംബങ്ങളിൽ എത്തിക്കാനുള്ള അവരുടെ ആ ഉത്സാഹം, ആ കുട്ടികളുടെ ഉത്സാഹം എത്ര എടുത്തു പറഞ്ഞാലും നമുക്ക് തീരില്ല. എന്തു തന്നെയായിരുന്നാലും ഇതൊരു സ്റ്റാർട്ടപ്പായി തന്നെ കാണണം. ഓണങ്ങൾ ഒഴികെയുള്ള മറ്റുള്ള വിശേഷ നാളുകളിലും ഈ ഒരു സംവിധാനം സ്കൂൾ തലങ്ങളിൽ തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ അധ്യാപകരുടെ പ്രചോദനവും നാട്ടുകാരുടെയും പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥൻ്റെ ആ വീഡിയോ സന്ദേശത്തിൽ കൂടിയാണ് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾക്ക് നമുക്ക് ലഭിച്ചത്. എന്നാൽ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ തുടങ്ങണം. ഈ സ്കൂൾ തലങ്ങളിൽ എല്ലാവരും വിളിച്ച് വലിയൊരു ഓണസദ്യ കൊടുക്കുന്നതിൽ എത്രയോ കേമമാണ് പാവം പിടിച്ചവരുടെ വീടുകളിൽ ആ ഒരു ഭക്ഷണ കിറ്റ് എത്തിക്കുന്നത്. വളരെ പ്രശംസനീയമാണ്. ഇനി ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകണം. അതിന് എല്ലാ നാട്ടുകാരും മുന്നോട്ട് ഇറങ്ങണം. പാരൻസ് അസോസിയേഷനൊക്കെ ഇതിൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമായിരിക്കും, അവർക്കൊരു ആവേശമായിരിക്കും. ഇങ്ങനെയാണ് കുട്ടികളുടെ ആ ചിന്താഗതി മാറ്റിയെടുക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സപ്പോർട്ട് ചെയ്തിരിക്കും. സോ ഇന്നലെ ഇവിടെ തിമിർപ്പിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ ആ കുട്ടികളുടെ ആ ഒരു സംഘടിതമായ ആ ഒരു
പദ്ധതി എത്ര കണ്ട് സന്തോഷം, അത് കണ്ട് എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നി. ഒരിക്കലും ആ ഇടുക്കി ജില്ലയും ആ ഗ്രാമത്തെയും മറക്കില്ല. എല്ലാവരുടെയും മനസ്സിൽ അത് ഉണ്ടാകും. ഇനി ഇടുക്കിയിൽ മാത്രമായിരിക്കരുത് ഇത്, എല്ലാ ജില്ലകളിലും ഈ ഒരു സംവിധാനം ഉണ്ടാകണം. ഏതെങ്കിലും ഒരു ഓണത്തിൽ എല്ലാ വീടുകളിലും ഇങ്ങനെയുള്ള ഒരു സംവിധാനം എത്തപ്പെട്ട് കഴിഞ്ഞാൽ അന്നായിരിക്കും നമ്മൾ ഈ ഒരു ഓണാഘോഷം അതെല്ലാം നടത്താൻ അർഹതപ്പെട്ടവരെന്ന് ചിന്തിക്കുക. അല്ലാതെ കുറച്ച് ഖജനാവ് പൈസയുമെടുത്ത് കുറേ ആർഭാടങ്ങളും കാണിച്ചൊക്കെ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ ഇതെല്ലാം ഇമ്മെറ്റീരിയലാണ്. ഇതിനൊരു അവസാനം കാണേണ്ട ഒരു ആവശ്യമാണ്. അതിനായി നമുക്ക് ഈ ഇടുക്കിയിലെ ആ കൊച്ചു ഗ്രാമത്തിലെ കുട്ടികളെ നമുക്കൊരു മോഡലായിട്ടെടുക്കാം. അവർക്ക് എല്ലാവർക്കും നല്ലത് പറയട്ടെ, ആ ചിന്താഗതി ഇനിയും ഉണ്ടാകണം. ആ കുട്ടികൾക്ക് എല്ലാവിധ പിന്തുണയും ആശംസകളും 1000 തവണ നേരുകയാണ്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.